കൽപ്പറ്റ ടൗൺഷിപ്പ് നാളെ യാഥാർത്ഥ്യമാകാനിരിക്കെ സർക്കാരിനോട് ഒരു അഭ്യർത്ഥന. ദയവ് ചെയ്ത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥന. ഇത് ഔചിത്യമാകുമോ ഇല്ലയോ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ഒരു ഔചിത്യ ഇല്ലായ്മയാണ്. പക്ഷേ ഇത്രയും ദിവസം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞവർ, ഏറ്റവും കൂടുതൽ ദുരാരോപണങ്ങൾ പ്രചരിപ്പിച്ചവർ, പദ്ധതിയെ തകർക്കാൻ പരമാവധി ശ്രമിച്ചവർ, മാധ്യമങ്ങളിലൂടെയും ഒപ്പം തന്നെ ദുരിതബാധിതരെയും പലപ്പോഴും പോയി തെറ്റിദ്ധാരണ പരത്തി അവരിൽ ആശങ്കയുണ്ടാക്കി തെരുവിലിറക്കിയ ഈ പ്രതിപക്ഷത്തെ ഒരു കാരണവശാലും അവിടെ അടുപ്പിക്കാതിരിക്കുന്നതാണ് അന്തസ്സെന്ന് പറയാണ്. നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തോട് എന്തെങ്കിലും വിയോജിപ്പുള്ളത് കൊണ്ടല്ല, അതിലെ നേതാക്കന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾ നാടറിയേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾ എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തേ എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഒന്നടങ്കം വായ്ത്താരിയിടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുവരെ കോൺഗ്രസിന്റെ 22 MLA-മാരുണ്ട്, 18 MP-മാരുണ്ട്. ഇതിൽ 2 MP-മാരും 5 or 6 MLA-മാരും മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടുള്ളത്. അത് എത്ര രൂപയാണെന്ന് നാട്ടുകാർ അറിയണം. UDF-ന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന തുക എന്ന് പറയുന്നത് ആകെ 19,61,500 രൂപ. ശ്രദ്ധിക്കുക, 19,61,500 രൂപ. ടൗൺഷിപ്പിലെ ഒരു വീട് വെച്ചതിന് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ചിലവ്. അതായത് കോൺഗ്രസ്സുകാരും UDF-കാരും ചേർന്നിട്ട് ഒരു വീടിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം മൊത്തം ചെലവ് തന്നെയാണ്. ആ നിലയ്ക്ക് 19,60,500 രൂപ കോൺഗ്രസ്സുകാർക്ക് കൊടുത്ത് ഒരു ടാറ്റയും കൊടുത്തിട്ട് അതുവഴി പൊയ്ക്കോളാൻ പറയണം. ഈ പടി കയറരുത് എന്ന് പറയാനുള്ള ഒരു ആർജവും കൂടി സർക്കാർ കാണിച്ചാൽ ഈ 19,61,000 രൂപയും കൊണ്ടുവന്നിട്ട് നാട് നീളെ നടന്നിട്ട് ആ പദ്ധതി എത്രയും ഞങ്ങളാണ് ആൾക്കാരെന്ന് ഫ്ലക്സ് അടിച്ച് വെച്ച് പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ പൈസ ഈ ദുരിതാശ്വാസ നിധിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ അപമാനമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത്, അത് കൃത്യമായി വിനിയോഗിക്കപ്പെടില്ല, ഞങ്ങളുടെ കൈ തരൂ, ഞങ്ങൾ അതിനെ വിനിയോഗിച്ച് കാണിച്ചു തരാം എന്ന നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് പോയി പിരിവെടുത്തവർ, അവർ പിരിച്ചെടുത്ത പണത്തിന് ഒരു കല്ല് മാത്രം ഇപ്പൊ ഇട്ടിട്ടുള്ളൂ. കല്ലിടൽ അറിയാലോ, ചാണ്ടിച്ചൻ കാലഘട്ടം തൊട്ട് കല്ലിടൽ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഈ കല്ല് കുറെ കാലം അവിടെ കിടക്കും, ഒരു സംശയവും വേണ്ട. ഇതിനോടൊപ്പം തന്നെ ഇവർ 19,61,500 രൂപ കൊടുത്തപ്പോൾ എന്താണ് ഈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾ നൽകിയിരിക്കുന്ന സംഭാവനകൾ എന്നുകൂടി ഈ നാടറിയണം. അപ്പോഴാണ് ഇവരും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് DYFI ആണ് ഏറ്റവും വലിയ സംഭാവന നൽകിയത്, 20 കോടി. രണ്ടാമത് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU 3 കോടി രൂപ സംഭാവന നൽകി. കർഷക സംഘം 1 കോടി രൂപ, NGO യൂണിയൻ 1 കോടി രൂപ, മഹിളാ അസോസിയേഷൻ 58 ലക്ഷം, SFI 15 ലക്ഷം, KSTA 1,60,00,000, KGOA 80 ലക്ഷം, AKGCT 50 ലക്ഷം, AKPCTA 20 ലക്ഷം, ബെഫി 30 ലക്ഷം. ഇങ്ങനെ 30 കോടിക്കടുത്താണ് ഇടതുപക്ഷ സർവീസ് സംഘടനകളും ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടനകളെല്ലാം കൂടി ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. എത്ര വീടിന്റെ പൈസയുണ്ട്? 30 കോടി. 19,61,500 രൂപയും കൊടുത്തിട്ട് ഈ പദ്ധതിയുടെ മുഴുവൻ ആൾക്കാർ ഞങ്ങളാണെന്നുള്ള നിലയ്ക്കാണ് അവിടെ പോയി ക്യാമറ ഫോട്ടോഷൂട്ട് നടത്തുന്നത്. ആ നിലയ്ക്ക് ആ 19,61,000 രൂപ ദുരിതാശ്വാസ നിധിയിൽ ഒരു അപമാനമാണ്. അത് കൊടുക്കുക, പരിപാടിയിലെങ്ങും വരണ്ട, ഇതിന് ഇങ്ങോട്ട് കയറ്റിക്കഴിഞ്ഞാൽ ഇത്രയും കാലം ഈ പദ്ധതിക്കെതിരെ സംസാരിച്ചവർ അവിടെ വന്ന് ഡയലോഗ് അടിക്കുമ്പോൾ ആ ദുരിതബാധിതരോട് കാട്ടുന്ന ഏറ്റവും വലിയ ദ്രോഹം അതായിരിക്കുമെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നാളത്തെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷത്തിന്റെ ഒരു സാന്നിധ്യവും ആവശ്യമില്ല. ഒരു കല്ലിട്ട് പോലും സഹായം ചെയ്യാതെ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ച, അതിനുവേണ്ടി മാധ്യമങ്ങളിലൂടെ നിരന്തരം കുപ്രചരണങ്ങൾ നടത്തി ആ മനുഷ്യർക്കുള്ളിൽ ആശങ്ക സൃഷ്ടിച്ചപ്പോഴും പറഞ്ഞ വാക്ക് അതിൽ ഉറച്ചു നിന്നു. വാക്കാണ് ഉറപ്പ് എന്നുള്ള നിലയ്ക്ക് അതിനുവേണ്ടി പ്രയത്നിച്ചു. ഈ ഉണ്ടായ ദുഷ്പ്രചരണങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 6 മാസത്തിനകം വീട് തന്നിരിക്കുമെന്നുള്ള കാര്യം. 6 മാസത്തിനകം ആ ദുരിതബാധിതരെ വയനാട് ജില്ലയിലെ ഏറ്റവും വിലമതിക്കുന്ന ഭൂമിയിൽ
ടൗൺഷിപ്പ് നിർമ്മിച്ച് ഇന്ത്യയിലോ ലോകത്തോ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാനില്ലാത്ത രീതിയിൽ പുനരധിവസിപ്പിക്കുമ്പോൾ തുരങ്കം വെച്ചവരെ അവിടെ കയറ്റുന്നത് ആ ഉദ്ഘാടനത്തിന് അതൊരു കരിനിഴൽ തന്നെയാണ്. അതുകൊണ്ട് ആ കരിനിഴൽ വീഴാതിരിക്കാൻ സർക്കാർ ജാഗ്രത കാട്ടണമെന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് അറിയിക്കുകയാണ്.